മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ അക്ബറിന് ലോട്ടറി അടിച്ചു എന്ന് തന്നെ പറയാം. അതും 1-2 രൂപയല്ല, 15,000 രൂപയാണ് അക്ബറിന് ഒറ്റയടിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഇന്ന് തിങ്കളാഴ്ചയാണ്, റേഷൻ വന്നിരിക്കുകയാണ്. സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുന്നതും ക്യാപ്റ്റനായ നൂറ പോകുന്നുണ്ട്. കൂടെ നെവീനും ഓടിച്ചെല്ലുന്നു. നെവീൻ സ്റ്റോർ റൂമിൽ കയറിയതും സൈഡിലായി ഒരു പെട്ടി ഉണ്ടായിരുന്നു. നേരെ ആ പെട്ടി എടുത്ത് തുറന്നു നോക്കിയാണ്. അതിൽ കറക്റ്റായിട്ട് 15,000 രൂപയുടെ ചെക്ക് ഉണ്ടായിരുന്നു. നെവീൻ അതെടുത്ത് പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. അത് ആദില കാണുന്നുമുണ്ട്. പക്ഷേ സ്റ്റോർ റൂമിൽ കയറിയ നെവീൻ വേറെ ഒന്നും എടുക്കാതെ ആ പെട്ടി തന്നെ തുറന്നു നോക്കിയത് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ലൈവിൽ എന്തായാലും കുറച്ചധികം നേരമായി ഈ പെട്ടി സൂമിങ്ങിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ കരുതിയതാണ് ഈ പെട്ടിക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടാകും, പൈസ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രേക്ഷകരായ നമുക്കറിയാമായിരുന്നു. പക്ഷേ ബിഗ് ബോസ് ഹൗസിലുള്ള നെവീൻ ഇതെങ്ങനെ മനസ്സിലാക്കിയെന്നറിയില്ല. സ്റ്റോർ റൂമിൽ കയറിയതും നേരെ നെവീൻ തുറന്നു നോക്കുന്നത് ഈ പെട്ടിയാണ്. എന്തായാലും നെവീന് വിധിച്ചത് തന്നെയാണ് എന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും നെവീൻ ആ ചെക്ക് ഒളിപ്പിക്കാൻ പോകുമ്പോഴേക്കിനും ആദിലയും നൂറയും പുറകെ ചെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് നെവീൻ പറയുന്നത്, ഇതെനിക്ക് കിട്ടിയതാണ്, എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും എനിക്കിഷ്ടമുള്ള വ്യക്തിക്ക് കൊടുക്കുമെന്നൊക്കെ. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ കളിക്കാനാണെങ്കിൽ നീ പോയി പുറത്ത് കളിക്കുന്നൊക്കെ ആദില പറയുന്നുണ്ട്. പിന്നെ എന്തായാലും നൂറയുടെ സാമർത്ഥ്യം കൊണ്ട് നെവീൻ്റെ കയ്യിൽ നിന്നും ആ ചെക്ക് വാങ്ങിയെടുക്കുന്നുണ്ട്. ബിഗ് ബോസ് പറയട്ടെ, ബിഗ് ബോസ് പറയുവാണെങ്കിൽ ഞാൻ നിനക്ക് തരാം, കാരണം നിനക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ക്യാപ്റ്റനായ ഞാനാണത് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് നെവീൻ്റെ കയ്യിൽ നിന്നും ആ ചെക്ക് നൂറ വാങ്ങിച്ചെടുക്കുകയാണ്. എന്നിട്ട് സ്റ്റോർ റൂമിൻ്റെ മുന്നിലുള്ള ക്യാമറയിൽ കൊണ്ടുപോയി നൂറ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസിനോട് ചോദിക്കുന്നു, ബിഗ് ബോസ് ഈ 15,000 രൂപയുടെ ചെക്ക് എന്താണ് പർപ്പസ്, ഒന്ന് പറയൂ എന്നൊക്കെ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത്, ആ ചെക്ക് ആരാണോ എടുത്തത് ആ ചെക്കിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് ആ വ്യക്തിക്ക് സ്വന്തമാണ്. ഉടനെ നൂറയും ആദിലയും ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഇപ്പോൾ ചെക്ക് ഇരിക്കുന്ന വ്യക്തിക്കാണോ അതോ ചെക്ക് എടുത്ത വ്യക്തിക്കാണോ ആ എമൗണ്ട് സ്വന്തമെന്നൊക്കെ. പക്ഷെ ആ സമയത്ത് ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല. നെവീൻ അപ്പോൾ നൂറയോട് വന്ന് ചോദിക്കുന്നുണ്ട്, നൂറ ഇതെനിക്ക് കിട്ടിയ ചെക്കല്ലേ, അപ്പോൾ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഞാനല്ലേ കൊടുക്കേണ്ടത്, നൂറ പറഞ്ഞല്ലോ എനിക്ക് തിരിച്ചു തരാമെന്ന്, അതുകൊണ്ടല്ലേ ഞാൻ തന്നതെന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ നൂറ നെവീന് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. നൂറ പറയുന്നത്, ബിഗ് ബോസ് പറയട്ടെ, ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ നിനക്ക് തരാമെന്നാണ് പറഞ്ഞത്, ബിഗ് ബോസ് പറഞ്ഞാൽ ഇപ്പോഴും തരാം, ഇല്ലെങ്കിൽ ഇതെനിക്ക് സ്വന്തമാണെന്ന് പറയുന്നു. അവിടെയും ആദിലയും നൂറയും അവരുടെ സാമർത്ഥ്യം കാണിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ബിഗ് ബോസ് അവിടെയും ട്വിസ്റ്റ് കൊണ്ടുവന്നു. ബിഗ് ബോസ് നെവീനോടാണ് ചോദിച്ചത്, നെവീൻ ആ ക്യാഷ് ഉപയോഗിക്കാൻ സാധിക്കില്ല, നെവീന് ആർക്ക് കൊടുക്കാനാണ് താല്പര്യമെന്ന്. നെവീൻ ഒന്നും നോക്കാതെ അക്ബറിന്റെ പേരാണ് പറഞ്ഞത്, ഞാൻ ആ ചെക്ക് അക്ബറിന് കൊടുക്കുകയാണ് എന്ന്. അങ്ങനെ നൂറയുടെ കയ്യിൽ നിന്നും നെവീൻ ചെക്ക് വാങ്ങിച്ച് ഇപ്പോൾ അക്ബറിന് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അക്ബറിന് ഇപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുകയാണ് എന്ന്. അക്ബർ എന്നിട്ട് നെവീനോട് പറഞ്ഞു, പുറത്തിറങ്ങിയാൽ ഞാൻ ഈ ക്യാഷ് നിനക്ക് തന്നെ തരാമെന്നൊക്കെ. എന്നിട്ട് നെവീൻ പറയുന്നുണ്ട്, ഞാൻ മര്യാദയ്ക്ക് എല്ലാവർക്കും വീതിച്ചു തന്നേനെ, എന്നെ പറ്റിക്കാൻ നോക്കിയില്ലെന്നൊക്കെ. ഉടനെ നൂറ പറയുന്നുണ്ട്, നീ എടുത്തോ എന്നൊക്കെ പറയുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നൂറയ്ക്കും ആദിലയ്ക്കും നല്ല സങ്കടമുണ്ട്. എന്തായാലും ഈ 15,000 രൂപയും വിജയുടെ പ്രൈസ് മണിയിൽ നിന്നും തന്നെയാണ് കുറയുന്നത്. ഇങ്ങനെ ഒരു രീതിയിൽ പണം കൂടി കിട്ടിയത് കൊണ്ട് ഇനി എല്ലാവരും എല്ലാ രീതിക്കും അലേർട്ടായിരിക്കും. എന്തായാലും നെവീൻ്റെ ലെക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ലൈവിനായി കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.